ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഷുഗർ മിൽ എന്ന് പറയുന്ന ഒരു സിനിമ. ഇതിന്റെ ഇതിവൃത്തം എന്താണെന്ന് ഞാൻ പറയാം. ഒരു ഗ്രാമത്തിലെ കുറച്ച് യുവതി യുവാക്കള് ഒരു ഷുഗർ ഫാക്ടറിയിലേക്ക്, അതായത് പഞ്ചസാര ഫാക്ടറിയിലേക്ക് ജോലിക്കായിട്ട് പോവുകയാണ്. പക്ഷെ ഈ ഒരു ഫാക്ടറിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. 9 മണിക്ക് ശേഷം അവിടെ ആരും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. ഇനി അഥവാ 9 മണിക്ക് ആരെങ്കിലും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ പ്രേതം പിടികൂടും. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ നടക്കുന്നത്? ജോലിക്ക് പോയ ഈ യുവതി യുവാക്കൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഒരു ലോറിയുടെ പുറകിൽ നിർത്തിക്കൊണ്ടാണ് ഈ യുവതി യുവാക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഖദീജയെയും ഉസ്മാനെയുമാണ്. ശരിക്കും സിനിമയിലുള്ള പേര് ഇതൊന്നും അല്ല, പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ആ പേരുകൾ ഞാൻ തിരഞ്ഞെടുത്തത്. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഒരുപാട് നേരം യാത്ര തുടർന്നുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ ഉറങ്ങിപ്പോയി. ഇതാണ് ഷെഫീഖും തമന്നയും. രണ്ടെണ്ണത്തിന്റെയും കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങ് അകലെയായിട്ട് ഇപ്പൊ ഷുഗർ മിൽ ഫാക്ടറി ഇവർ കണ്ടു. ഈ ലോറിയുടെ പുറകിലുണ്ടായിരുന്ന യാത്ര അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായി. ഫാക്ടറിയിലേക്ക് ഇപ്പൊ ലോറി എത്തിച്ചേർന്നു. ഇവരങ്ങനെ ഇറങ്ങിയപ്പോ തന്നെ അവിടുത്തെ മാനേജർ ആയിട്ടുള്ള കരീന ഇവരോട് പറഞ്ഞു, എല്ലാവരും അവരവർക്ക് നൽകിയിട്ടുള്ള റൂമിലേക്ക് പോവുക. ഇപ്പൊ എന്തായാലും നിങ്ങൾ ക്ഷീണിച്ചു വന്നതല്ലേ, നാളെ മുതൽ പണി ആരംഭിക്കാം. 9 മണിക്ക് ശേഷം ആരും റൂമിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും കരീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് വെവ്വേറെ റൂമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഖദീജയുടെ റൂമിൽ അവളെ കൂടാതെ 3 പേരും കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട തമന്നയും റാണിയും പിന്നെ സുലൈഖ എന്ന് പറയുന്ന യുവതിയും. കറക്റ്റ് 9 മണിയായപ്പോ തന്നെ ഒരു അലാം മുഴങ്ങുന്നുണ്ട്. നമ്മൾ ഈ പഴയ ട്രെയിനൊക്കെ പോകുമ്പോ കേൾക്കൂലേ, അതേപോലെ ഒരു അലാം. അതിനുശേഷം ആ ഒരു 9 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങാനായിട്ട് പാടില്ല. ഖദീജ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉസ്മാനെയാണ്. അവനിപ്പോ നിസ്കരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പുതപ്പ് ഒന്ന് കുടഞ്ഞപ്പോഴത്തേക്കും അവന്റെ ഫ്രണ്ടിലായിട്ട് ഇപ്പൊ ഒരു പ്രേതത്തെ അവന് കാണാനായിട്ട് സാധിക്കുന്നു. അവനാകെ ഞെട്ടിത്തരിച്ചു പോയി. ഇതെന്ത് പുകില്? പക്ഷെ പിന്നീട് നോക്കുമ്പോ ആ ഒരു പ്രേതത്തെ കാണാനുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഖദീജയാണ്. അവളിപ്പോ വെള്ളം കുടിക്കാനായിട്ട് കിച്ചണിൽ പോകുമ്പോഴാണ് അട്ടും പുറത്തുനിന്ന് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നത്. അതൊന്നും കാര്യമാക്കാതെ അവള് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോ ആരോ നടന്നു പോകുന്നു. ഇവളുടെ കൂട്ടുകാരി ണെന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി. വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവൾ എവിടേക്ക് പോയതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഖദീജ മുൻപോട്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് 9 മണിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞൊന്നും ഇവൾക്ക് അറിയില്ല. എല്ലാ ജോലിക്കാരും വന്നതിന്റെ ക്ഷീണത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാത്തതിന്റെ കാരണം വ്യക്തമായിട്ട് ഈ ഒരു മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഖദീജ ഇപ്പോ അവിടുത്തെ ഫാക്ടറി മൊത്തം കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അവിടെയായിട്ടൊരു വലിയ വാതിൽ കണ്ടത്. അവിടെ നിന്ന് ആരോ പാട്ട് പാടുന്നുണ്ട്. മുകളിലായിട്ടൊരു തുള ഉണ്ടായിരുന്നു. അതിലൂടെ അവൾ എത്തിപ്പാളി നോക്കിയപ്പോ അവിടെ ഈ പാവകളിയൊക്കെ ഉണ്ടാവില്ല പൂരത്തിന്, അതേപോലെയുള്ള ഒരാൾ അവിടെ നിന്നിട്ട് പാവ കളിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളവര് പാട്ട് പാടുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് എല്ലാവരും ഇവളെ തന്നെ തുറച്ചു നോക്കുന്നത്. പേടിച്ചു പോയ ഖദീജ ആകട്ടെ അവിടെ നിന്നും താഴേക്ക് വീണു. പിന്നീട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു വലിയ കറുത്ത രൂപത്തിലുള്ള സാത്താൻ അവളുടെ പിന്നാലെ അവളെ പിന്തുടർന്നു വരികയാണ്. എങ്ങനെയൊക്കെയോ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഖദീജ വിചാരിച്ചത് അത് സുലൈഖ ആണെന്നാണ്. പക്ഷെ അവൾ അന്ന് പുറത്തുപോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കാര്യമൊക്കെ അറിഞ്ഞപ്പോ ഖദീജയ്ക്ക് ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് മനസ്സിൽ നല്ല പേടിയുണ്ട്. കാരണം മറ്റൊന്നല്ല, രാത്രിയിൽ പുറത്തിറങ്ങിയ കാര്യം മാനേജർ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവളെ പറഞ്ഞു വിടുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. തൊഴിലാളികളെ മൊത്തം നിരത്തി നിർത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് കരീന എന്ന് പറയുന്ന മാനേജർ. രാത്രി ഒരു അലാം വെച്ചിട്ടുണ്ട്. 9 മണിക്ക് ശേഷം ആരും തന്നെ പുറത്തിറങ്ങാനായിട്ട് പാടില്ല. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പണി പോകുന്നതാണ്. ആണുങ്ങൾക്കെല്ലാം പറഞ്ഞിട്ടുള്ള പണി എന്ന് പറയുന്നത് ഈ ഒരു കരിമ്പ് പാടത്തിലേക്ക് പോയിട്ട് കരിമ്പുകളൊക്കെ കൊയ്ത് ലോറിയിലേക്ക് കയറ്റുക. ഈ ലോറി വരുമ്പോ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓഫീസ് വർക്കുകളെല്ലാം തന്നെ സ്ത്രീകളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പണി തുടങ്ങി. ആണുങ്ങളെല്ലാം ഇപ്പൊ കരിമ്പൊക്കെ വെട്ടിയിട്ട് ലോറിയിൽ കയറ്റി മില്ലിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ മാനേജർ സ്ത്രീ ആയിട്ടുള്ള നമ്മുടെ കരീനയാകട്ടെ ഖദീജയുടെ കയ്യിൽ കുറച്ച് ഫയൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് അവളിപ്പോ ഓഫീസിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഒരു പാവം കിളിക്കുഞ്ഞ് മരത്തിൽ നിന്ന് താഴേക്ക് വീണതായി അവൾ കാണുന്നത്. അതിനെ എടുത്തിട്ട് അതിന്റെ കൂട്ടിൽ തന്നെ അവൾ വെക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ ഖദീജയെ അഭിനന്ദിക്കുന്നത്. നീ ചെയ്ത ഈ നല്ല കാര്യത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. ഖദീജ അങ്ങനെ ഓഫീസിലേക്ക് പോയി. മറുവശത്ത് കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉസ്മാൻ. അവൻ അങ്ങനെ കരിമ്പ് വെട്ടി വെട്ടി ഇപ്പോഴിതാ ഒരു പാമ്പിനെ കാണുകയാണ്. എല്ലാവരും പാമ്പിനെ കണ്ടതോട് കൂടിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ഈ കരിമ്പ് വെട്ടുന്ന എല്ലാവരും ബ്രേക്ക് എടുത്തപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്, ഈ 9 മണി കഴിഞ്ഞിട്ട് എന്താ പുറത്തിറങ്ങിയ കുഴപ്പം? അപ്പൊ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പഴയ പണിക്കാരൻ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഷുഗർ മിൽ ഫാക്ടറിയിൽ പണ്ട് ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു.
അവരൊരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫാക്ടറി തീ പിടിച്ചു. അങ്ങനെ അവരെല്ലാവരും മരിച്ചു. അവരുടെ പ്രേതങ്ങളൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് 9 മണിക്ക് നമ്മളോട് പുറത്തിറങ്ങരുതെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഓഫീസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഖദീജയാണ്. അവൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വയസ്സായിട്ടുള്ള പ്രേതം അവളുടെ മുഖത്തിന് നേരെ ഇങ്ങനെ നോക്കുകയാണ്. പേടിച്ച് വിറച്ചു പോയ ഖദീജ ആകട്ടെ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. എന്തോ ഭാഗ്യത്തിന് ആ ദിവസത്തെ വർക്കിന്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് നേരെ ഓടിപ്പോകുമ്പോൾ ആ ഫാക്ടറിയുടെ അടുത്ത് നിന്നായിട്ട് ഈ ഒരു പ്രേതം വീണ്ടും വന്നിട്ട് അവളെ പിന്തുടരുന്നുണ്ട്. ഇവൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടിട്ട് ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന റാണിയുടെ അടുത്തും തമ്മനിയുടെ അടുത്തും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. രണ്ടുപേരും നമ്മുടെ ഖദീജയെ സമാധാനിപ്പിച്ചു. അന്ന് രാത്രിയായപ്പോ ഏകദേശം ഒരു 8 മണിയായി കാണും. ഈ ഒരു ഷുഗർ ഫാക്ടറിയിലെ സെക്യൂരിറ്റീസും അവിടുത്തെ ജീവനക്കാരും തമ്മിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പുതുതായി വന്നിട്ടുണ്ടായിരുന്ന തൊഴിലാളികള് പണ്ട് മരിച്ചുപോയ ആ ഒരു കഥ ഇവരുടെ അടുത്തേക്ക് ഉണ്ട് ചുമ്മാ ഒന്ന് ഇട്ടുകൊടുത്തു, കൊളുത്തോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു സെക്യൂരിറ്റി ആകട്ടെ അന്നത്തെ ആ ഒരു കഥ സത്യമാണെന്നും അതുകൊണ്ടാണ് 9 മണിക്ക് ശേഷം ഇവിടെ പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ പ്രേതം എന്തായാലും പിടികൂടും, പിന്നെ അവരുടെ കാര്യം നോക്കേ വേണ്ട. ക്ലോക്കിലേക്ക് നോക്കിയപ്പോ കറക്റ്റ് 9 മണിക്ക് ഇനി 10 മിനിറ്റും കൂടിയുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനാണെങ്കിൽ ഓടണ ഓട്ടം റൂമിലേക്ക്. കൂടെ ഉണ്ടായിരുന്നവൻ ഞാനും വരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സ്ലോ മോഷനിൽ നടന്നു വരുന്നത്. ഇവൻ ഓടിപ്പോകുന്നതിനിടയ്ക്ക് ഇവന്റെ ചെരുപ്പ് പോലും അവിടെ ഇട്ടിട്ടാണ് ഓടുന്നത്. ഡോറ് തുറക്കാനായിട്ട് നിന്നപ്പോഴേക്കും അവൻ അവിടെ കളഞ്ഞിട്ട് വന്ന ആ ഒരു ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. അതെല്ലാം തന്നെ ആ ഒരു പ്രേതങ്ങളുടെ പണിയായിരുന്നു. കുറെ നേരം പാവ ചങ്ങായി ഡോറൊക്കെ തുറക്കാനായിട്ട് നോക്കും. ഈ ഒരു ചെരുപ്പാണെന്നുണ്ടെങ്കിൽ അവന്റെ ദേഹത്ത് വന്ന് വീണോണ്ടേയിരിക്കുന്നു. മറുവശത്ത് ഖദീജയും കൂട്ടുകാരും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 9 മണിക്ക് ശേഷം എന്തുകൊണ്ടാണ് ഇവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്? ജോലിക്കാരൊക്കെ പറയുന്നത് ശരിയായിരിക്കും ചിലപ്പോ, എന്നാലും ആ ഒരു മാനേജർ പുള്ളിക്കാരി തുറന്നു പറയുന്നില്ലല്ലോ. അന്ന് രാത്രി ഏറെ വൈകി റാണി ഇപ്പോ കക്കൂസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഒന്നും ശരിക്ക് പിടിച്ചിട്ടില്ല. അവളങ്ങനെ സംഭവം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റൊക്കെ ഇനി കത്താനായിട്ട് തുടങ്ങുന്നത്. കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഇവളുടെ പുറകിലായിട്ട് ഒരുപാട് പ്രേതങ്ങളെ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. അതായത് അവിടെ മരിച്ചു പോയിട്ടുള്ള പ്രേതങ്ങളൊക്കെ തന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും റാണി കാണുന്നില്ല. ഇവിടെ ഉസ്മാൻ ആകട്ടെ ഇപ്പൊ നിസ്കരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മറുവശത്ത് സുലൈഖ ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നിസ്കാര കുപ്പായത്തിനുള്ളിലായിട്ട് എന്തോ ഉള്ളതുപോലെ അവൾക്ക് തോന്നുകയാണ്. അവൾ പെട്ടെന്ന് അത് മാറ്റി നോക്കിയപ്പോ ഒരു പ്രേതം അവളെ ആക്രമിക്കാനായിട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ അവള് അലറി വിളിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടി ബാക്കിയുള്ള കൂട്ടുകാരും അങ്ങോട്ടേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നു. അന്നത്തെ തീപിടുത്തത്തിൽ കരിഞ്ഞു പോയ ഒരാളുടെ പ്രേതമായിരുന്നു അത്. അടുത്ത ദിവസം തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഷുഗർ ഫാക്ടറിയിലേക്ക് ജോലിക്ക് നടന്നു പോവുകയാണ്. റാണി എപ്പോഴും മറ്റുള്ള ആണുങ്ങളെ വീഴ്ത്തുന്ന തരത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കാറുള്ളത്. മാനേജറായിട്ടുള്ള കരീന നമ്മുടെ ഖദീജയുടെ കയ്യിൽ കുറച്ച് ഫയലുകൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഞാൻ ചെന്ന് കൊണ്ടുകൊടുത്തോളാം എന്ന് ഇപ്പോ സുലൈഖ പറയുന്നുണ്ട്. അതനുസരിച്ച് സുലൈഖയുടെ അടുത്ത് അവൾ എല്ലാ ഫയലുകളും ഏൽപ്പിച്ചു. പക്ഷെ സുലൈഖയുടെ സ്വഭാവത്തിന് പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരികയാണ്. ഖദീജ നോക്കി നിൽക്കെ ഫാക്ടറിയിലേക്ക് കരിമ്പുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് അവിടെ ഒരു ചെറിയ റെയിൽ പാളം ഉണ്ടായിരുന്നു. അതുവഴി കരിമ്പുമായിട്ട് വന്ന ആ ഒരു വണ്ടി ആകട്ടെ ഇപ്പൊ കരിമ്പ് മൊത്തം സുലൈഖയുടെ മേലോട്ട് ആക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പക്ഷെ മാനേജർ ആയിട്ടുള്ള കരീനയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഖദീജയാണ് വഴക്ക് പറയുന്നത്. അപ്പോഴാണ് അവിടേക്ക് സൂപ്പർവൈസർ ആയിട്ടുള്ള വാസു കടന്നു വരുന്നത്. ഇതെന്തോ അപകട സൂചനയാണെന്നൊക്കെ അയാൾ പറയുന്നു. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന വയസ്സായ സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരിയുടെ പേര് നിർമ്മല എന്നാണ്. ഈ ഒരു സൂപ്പർവൈസറുടെ ഭാര്യ കൂടിയാണ് നിർമ്മല. ഫാക്ടറിയിൽ ഇപ്പൊ ഇങ്ങനൊരു സംഭവം നടക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നു. മറുവശത്ത് ഖദീജയാകട്ടെ ഉസ്മാനോട് ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഉസ്മാനും ഇതേ അനുഭവങ്ങൾ ഉണ്ടായതെന്ന് അവളോട് ഇപ്പം പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നേരത്തെ കണ്ട നിർമ്മലയും ഭർത്താവായിട്ടുള്ള വാസും കൂടി ചേർന്നിട്ട് 2 കന്നുകാലികളെ ഷുഗർ ഫാക്ടറിക്ക് അടുത്തുണ്ടായിരുന്ന നമ്മുടെ ഖദീജ ഒരു ദിവസം രാത്രി പോയിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഡോർ ഉണ്ടായിരുന്നില്ലേ, അതിനുള്ളിലാക്കിയിട്ട് വാതിലടയ്ക്കുന്നു. ഇനി ഒരു പ്രശ്നങ്ങളും ഈ ഒരു ഷുഗർ ഫാക്ടറിയിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് സാത്താന് വേണ്ടി ബലി കൊടുക്കുകയാണ്. അന്ന് രാത്രിയായപ്പോ നമ്മുടെ ഖദീജയ്ക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഒട്ടും സുഖമില്ല. അവളിങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ബെഡ്റൂമിൽ ഒരു അനക്കം കേൾക്കുന്നത്. അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോ അവിടെ ദേ സുലൈഖ ഇരിക്കുന്നു. അവളുടെ ദേഹത്ത് മുഴുവൻ പരിക്കുകളൊക്കെ ഉണ്ട്. അവളുടെ അതേ രൂപത്തിലുള്ള ഒരു പ്രേതമായിരുന്നു അത്. യഥാർത്ഥത്തിൽ സുലൈഖയ്ക്ക് പരിക്ക് പറ്റിയിട്ട് അവളെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവളങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരികളും അങ്ങോട്ടേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നു. 9 മണി അവൻ ഏകദേശം 10-15 മിനിറ്റും കൂടിയുണ്ട്. അപ്പോഴാണ് റാണി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുറച്ച് ബോയ്സിനൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇത്രയും ബുദ്ധിമുട്ടി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവിടെയുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ഭക്ഷണം കൊടുത്ത് അവൾ അവിടെ നിന്നും തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴേക്കും ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ഇവളങ്ങനെ ഇവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് തന്നെ ആരോ ഇവളെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് ഇവക്ക് തോന്നുന്നുണ്ട്. കറക്റ്റ് 9 മണി ആവുന്നതിന് മുമ്പ് തന്നെ അവൾ റൂമിലേക്ക് കയറി. അതുകൊണ്ട് മാത്രം അവള് രക്ഷപ്പെട്ടു. നിർമ്മലയും ഭർത്താവായിട്ടുള്ള വാസുവും അടുത്ത ദിവസം ഇവര് അടച്ചു വെച്ചിരുന്ന ആ ഒരു ഡോറ് തുറന്നു നോക്കുമ്പോൾ ആ കന്നുകാലികൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല. അതായത് ഇവര് കൊടുത്ത ബലി സാത്താനെ സ്വീകരിച്ചിട്ടില്ല. മറ്റ് ആപത്തുകളൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നിർമ്മലയും വാസുവും എന്തൊക്കെയോ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നു. അന്ന് രാത്രി ഷുഗർ ഫാക്ടറിയിലെ സെക്യൂരിറ്റികൾ പുറത്തു നടക്കുമ്പോഴാണ് ഇവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു കിണറ്റിൽ നിന്ന് എന്തോ കയറി വരുന്നതായിട്ട് ഇവർ കാണുന്നത്. പേടിച്ചു വിറച്ച രണ്ടുപേരും അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉസ്മാനെയാണ്. അവൻ നിസ്കാരമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പൊ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ്. പക്ഷെ എത്ര കിടന്നുറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടും അവൻ ഉറക്കാൻ കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഡോറ് തനിയെ തുറക്കുന്നത്. അവൻ അത് അടച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് എന്തോ ഒരു വെള്ളത്തുള്ളി ഇറ്റി വീഴുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവന്റെ മുകളിലായിട്ട് തലയില്ലാത്ത ഒരു പ്രേതം. പേടിച്ചു വിറച്ച ഇവനാണെന്നുണ്ടെങ്കിൽ വേഗം മുറുകി പുറത്തിറങ്ങി നോക്കുമ്പോൾ നേരൊക്കെ എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ട്. ഇവൻ അങ്ങനെ നേരം വൈകി അങ്ങോട്ടേക്ക് ഓടി പോകുമ്പോഴാണ് മാനേജറും അവിടുത്തെ സൂപ്പർവൈസറും നിർമ്മലയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കിണറ്റിലേക്ക് എത്തി നോക്കുന്നത് ഇവൻ കാണുന്നത്. ഇവൻ അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണെങ്കിൽ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അവന്റെ വായിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷമാണ് ഉസ്മാൻ കിണറ്റിലേക്ക് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് അപ്പൊ സൂപ്പർവൈസർ വരുന്നുണ്ട്. ഈ ഒരു സൂപ്പർവൈസർ എടുത്ത് അവൻ ഇവിടെ വന്നിട്ട് അനുഭവപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഖദീജ ഉറക്കത്തിൽ അല്ലെങ്കിൽ ഖദീജയെ വേട്ടയാടുന്ന ആ ഒരു പ്രയത്നത്തിനെ പറ്റിയിട്ടും പറഞ്ഞു. അങ്ങനെ ഓഫീസിലേക്ക് ഖദീജയെയും നമ്മുടെ ഉസ്മാനെയും വിളിപ്പിച്ചിരിക്കുകയാണ്. നിർമ്മല ഇപ്പോ ഖദീജയുടെ കൈ പിടിച്ച് പരിശോധിക്കാനായിട്ട് തുടങ്ങി. ഖദീജ അങ്ങനെ അന്ന് രാത്രി അവള് നടന്നു പോയിട്ട് ആ ഒരു ബാല കണ്ട കാര്യവും അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ നോക്കി, ഒരു സാത്താൻ എന്നെ പിന്തുടരുന്നതായിട്ട് എനിക്ക് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് തുറന്നു പറഞ്ഞു. പക്ഷെ അതൊന്നും കൊണ്ടല്ല ഇപ്പൊ ഈ ഒരു ഷുഗർ ഫാക്ടറിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് നിർമ്മല എല്ലാവരോടുമായിട്ട് പറഞ്ഞു. മറ്റെന്തെങ്കിലും നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഖദീജ ആ കാര്യം തുറന്നു പറഞ്ഞു. ഏതോ 2 ആളുകള് ആ ഒരു ഷുഗർ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറി പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അങ്ങനെ അന്ന് വൈകിട്ടായപ്പോ ഇവരുടെ നേതൃത്വത്തിൽ കുറച്ച് മന്ത്രങ്ങളും റിച്വലും ഒക്കെ നടത്തുകയാണ്. അപ്പോഴാണ് സൂപ്പർവൈസർ ആയിട്ടുള്ള വാസുവിന്റെ ദേഹത്തേക്ക് ആ ഒരു പ്രേതം കയറുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ചുവന്ന് കളറായിട്ടുണ്ട്. ഒരു തവളയെ പോലെ ഇപ്പൊ ഷുഗർ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് ചാടി ചാടി പറന്നൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. എന്താണ് യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്താനായിട്ട് വർഷങ്ങളായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആഭരണ പെട്ടി അവർ തുറന്നു നോക്കി. പക്ഷെ അതിൽ യാതൊരു തരത്തിലുള്ള ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല. അതാരോ മോഷ്ടിച്ചിട്ടുണ്ട്. ആരാണെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊണ്ടുവന്ന് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും. പറഞ്ഞു തീർന്നില്ല, മാനേജർ ആയിട്ടുള്ള കരീനയുടെ കണ്ണിൽ നിന്ന് ചോര വരാനായിട്ട് തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റാണിയെയാണ്. അവളിപ്പോ റൂമിലൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഒരുപാട് പ്രേതങ്ങൾ അവളുടെ പുറകിലായിട്ട് വരുന്നത്. ഇത്തവണ അവൾക്കത് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഇവളങ്ങനെ പേടിച്ചു വിറച്ചു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഷെഫീഖ് വരുന്നു. ആ ആഭരണങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നത് റാണിയായിരുന്നു. അവളിപ്പോ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മാക്കൾ മൊത്തം അങ്ങോട്ടേക്ക് വന്നത്. ഷെഫീഖിനോടൊപ്പം അവിടെ നിന്നും അവൾ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. പക്ഷേ ഷെഫീഖിന്റെ കഴുത്താണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ തിരിഞ്ഞു പോകുന്നു. എന്നിട്ട് ഇവളെ നോക്കിയിട്ട് സംസാരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഷെഫീഖ് ആയിരുന്നില്ല, അതും ഒരു പ്രേതമായിരുന്നു. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഷെഫീഖ് അങ്ങോട്ടേക്ക് വരുന്നത്. ബാക്കിയുള്ളവരാകട്ടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ ഉസ്മാൻ നേരെ ഷെഫീഖിനെ തെരഞ്ഞിട്ട് അവന്റെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. പക്ഷെ ആ ഒരു സാത്താൻ വന്നിട്ട് നമ്മുടെ ഉസ്മാന്റെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മറുവശത്ത് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും തന്നെ ഇപ്പൊ ഷെഫീഖിനെയും അന്വേഷിച്ച് നടപ്പാണ്. 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടുപേര് നമ്മുടെ ഷെഫീഖിനെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഒരുത്തം വരുന്നത്. പക്ഷെ അവന് മുഖമില്ലായിരുന്നു. അത് കണ്ടതും ഇവര് രണ്ടുപേരും ഓടടാ ഓട്ടം. ഷെഫീഖും ഉസ്മാനും ആ പ്രേതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവരുടെ പിന്നാലെ, അതായത് ഒരുപാട് ഇവര് പ്രതീക്ഷിക്കാത്തതിന്
അതിനപ്പുറം ഒരുപാട് പ്രേതങ്ങൾ ഇപ്പൊ ആ വീട് വളഞ്ഞിരിക്കുകയാണ്. മറുവശത്ത് ആ ഒരു സൈക്കിളിൽ വന്ന പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികളാണെങ്കിൽ നേരെ ചെന്നുപെടുന്നത് മറ്റൊരു സ്ത്രീ പ്രേതത്തിന്റെ അടുത്തേക്കാണ്. ഈ പ്രേതാണെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടപാടെ മൂത്രമൊഴിക്കാനായിട്ട് ആരംഭിച്ചു. ഇതെന്തോന്ന് പ്രേതം എന്നും പറഞ്ഞുകൊണ്ട് ഇവര് അലറിക്കരഞ്ഞ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അന്ന് രാത്രി തന്നെ ഷെഫീഖും റാണിയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഷുഗർ മിൽ ഫാക്ടറിയുടെ അകത്തേക്ക് പോകുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, ആ ഒരു ആഭരണം എടുത്ത സ്ഥലത്ത് തന്നെ വയ്ക്കാനായിട്ട്. ഇതിനിടയിൽ ഒരു ഡിങ്കോൾഫിക്കേഷൻ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഷെഫീഖിന്റെ കല്യാണം ഉറപ്പിച്ചതാണ്, അതും നമ്മുടെ തമന്നയോടത്ത്. പക്ഷെ അതിനൊന്നും പുല്ല് വില പോലും കൊടുക്കാതെ റാണിയും ഷെഫീഖും കൂടി ചേർന്നിട്ട് ഒരു ദിവസം രാത്രി ഷുഗർ മിൽ ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തിനായിരിക്കും പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. അത് തന്നെ സംഭവിച്ചു. അവരവിടെ വെച്ച് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു, അതും ഇത്രയും ആത്മാക്കളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് റാണി അവിടെ ഉണ്ടായിരുന്ന ആഭരണപ്പെട്ടി കാണുന്നത്. അതിലുണ്ടായിരുന്ന സ്വർണം മൊത്തം ആർത്തിയോട് കൂടിയിട്ട് രണ്ടുപേരും എടുത്തു. ഈ ഒരു കഥ ഇവര് രണ്ടുപേരും കൂടി പറഞ്ഞു തീർത്തതോടുകൂടി തമന്നയ്ക്ക് ദേഷ്യം പിടിച്ചു. ഷെഫീഖിന്റെ മുഖത്തിനിട്ട് അവളൊന്ന് പൊട്ടിച്ചു. അങ്ങോട്ടേക്ക് വന്ന വാസുവിനോടും നിർമ്മലയോടും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. റാണിക്കും ഷെഫീഖിനും ഇപ്പൊ നല്ല കുറ്റബോധമുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തമന്നയുടെ ദേഹത്തേക്ക് ഒരു പ്രേതം കയറുകയാണ്. അവളിപ്പോ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നു. എന്നിട്ട് ഒരുമാതിരി ചിരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തമന്നയുടെ ദേഹത്ത് മാത്രമല്ല പ്രേതം കയറിയിട്ടുള്ളത്, അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക തൊഴിലാളികളുടെയും ദേഹത്തും ഈ പ്രേതം കയറിയിട്ടുണ്ട്. ഇവര് നേരത്തെ നടത്തിയിരുന്ന ആ റിച്വലിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് കുപ്പിച്ചില്ലുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തൊഴിലാളികളാകട്ടെ, അതായത് വെറും തൊഴിലാളികളല്ല, പ്രേതം കയറിയ ഈ ഒരു തൊഴിലാളികളാകട്ടെ അതിന് മുകളിലൂടെയൊക്കെ നടക്കുകയാണ്. മാത്രമല്ല ഖദീജ അന്ന് രാത്രി ഒരു ബാല കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ അവളിപ്പോ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു ചുമരിൽ നോക്കിയിട്ട് അവളും അതേപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഖദീജ ഒരു വിഷയം കാണുകയാണ്. അതായത് അവിടുത്തെ ആ നാട്ടിലുണ്ടായിരുന്ന പണ്ട് നടന്ന ഒരു സംഭവമാണ്. ഈ പ്രേതറാണിയുടെ ആഭരണം മോഷ്ടിച്ച അല്ലെങ്കിൽ ആ ഒരു സ്ഥലം കളങ്കപ്പെടുത്തിയ ഒരു ആണിനെയും പെണ്ണിനെയും ഇപ്പൊ ഒരു ശവമഞ്ചല് അല്ലെന്നുണ്ടെങ്കിൽ വെറും ഒരു മഞ്ചലില് ചുമന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് കരിമ്പ് പാടത്തിന് നടുവിലായിട്ട് കുഴിയെടുത്ത് അവരെ ജീവനോടെ കുഴിച്ചു മൂടുന്നു. അതുപോലെ തന്നെ വേണം ഇവരെയും ചെയ്യാൻ എന്നാണ് നിർമ്മല ഇപ്പൊ ബാക്കിയുള്ളവരോടത്തൊക്കെ പറയുന്നത്. ഇത് കേട്ട ഉടനെ നമ്മുടെ ഷെഫീഖും തമന്നയും കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ നിർമ്മലയും വാസും കൂടി ചേർന്നിട്ട് ആ ഒരു റിച്വൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആരംഭിച്ചു. ഇതേപോലെ തന്നെ ഇവരെ പുതുപ്പെണ്ണും പുതുചെക്കനും ആയിട്ട് ആഭരണങ്ങളൊക്കെ അണിയിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഒരു മഞ്ചലിൽ കയറ്റിയിട്ട് ഇപ്പൊ ആ കരിമ്പ് പാടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ കുഴിച്ചിടാനായിട്ട് തന്നെയാണ് പ്ലാന്. പക്ഷെ മറ്റൊരു സൂത്രപ്പണിയും കൂടി ഈ ഒരു പ്രേതത്തെ കബളിപ്പിക്കാനായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ചലിൽ കൊണ്ടുപോയിട്ട് കരിമ്പ് പാടത്ത് കുഴിച്ചിടുന്നത് വെറും ബൊമ്മകളെയാണ്. റാണിയുടെയും ഷെഫീഖിന്റെയും ചോര മാത്രമാണ് ആ ബൊമ്മയിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളെല്ലാം തന്നെ ഇവര് വിചാരിച്ച പോലെ നടന്നു. ഷെഫീഖിനെയും അതേപോലെ തന്നെ റാണിയെയും ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ നിർത്തി അതിന് ചുറ്റോറമായിട്ട് ഉപ്പും വെതറിയിട്ടുണ്ടായിരുന്നു. തമന്നയ്ക്ക് ഷെഫീഖിനോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട്. പക്ഷെ ഇപ്പൊ കൂട്ടുകാരെല്ലാരും കൂടി ചേർന്നിട്ട് ഷെഫീഖിനെയും റാണിയെയും ആ ഒരു മുറിയിലേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ ഒരു കരിമ്പ് പാടത്തിൽ കുഴിച്ചിട്ടുണ്ടായിരുന്ന ബൊമ്മകളെയാണ് റൂമിൽ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ കാറ്റ് വീശിയിട്ട് ആ ഒരു ഉപ്പൊക്കെ അവിടെ ഒന്ന് പറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ പ്രേതങ്ങൾ അങ്ങോട്ടേക്ക് വരികയും ഷെഫീഖിനെയും തമന്നയും കൊണ്ട് അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. ഇവർക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും ഇപ്പൊ കൂട്ടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ആ ഒരു കരിമ്പ് തോട്ടത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കുഴി മാന്തി നോക്കുമ്പോൾ ഷെഫീഖും റാണിയും അതിനുള്ളിലുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ മരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ നിർമ്മലയുടെ ദേഹത്തും ആ ഒരു പ്രേതം കയറിയിട്ടുണ്ട്. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരു താക്കീതും കൊടുത്തുകൊണ്ടാണ് ആ ഒരു പ്രേതം അവിടെ നിന്നും പോകുന്നത്. ഖദീജയും ഉസ്മാനും റാണിയുടെ മറ്റു കൂട്ടുകാരും എല്ലാവരും ഇപ്പൊ കരച്ചിലോട് കരച്ചിലാണ്. അങ്ങനെ ആ ഒരു ഷുഗർ മിൽ ഫാക്ടറി അടച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. സിനിമയുടെ അവസാനത്തിൽ ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട്. നമ്മുടെ നിർമ്മലയും വാസും കൂടി ചേർന്നിട്ട് വീണ്ടും ആ ഒരു കാലികളെ കെട്ടിയിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കയറിയതും ആ ഒരു ഡോറ് പെട്ടെന്ന് അടയുന്നു. ശരിക്കും സാത്താന്റെ കയ്യിൽ ഇവര് അകപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ കൂട്ടുകാരെ, ഞാൻ ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ അതായത് ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ കണ്ടിട്ടില്ല. ഈ ഒരു സിനിമ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ആഴ്ചകളോളായി. പക്ഷെ ഇതിന്റെ പ്രിന്റോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫുട്ടേജോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നോക്കി മനസ്സിലാക്കി പിന്നെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. സാധാരണ ഞാൻ ഇന്തോനേഷ്യൻ പടങ്ങളൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. പക്ഷേ ഇതിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ പോലും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ
വന്നത്. അപ്പോൾ ദയവായിട്ട് എല്ലാ കൂട്ടുകാരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.